രാഹുൽ മാങ്കൂട്ടത്തിന് വായിക്കാനുള്ള ബുക്കും കഴിക്കാനുള്ള മരുന്നും അയച്ചു കൊടുത്ത SFIയുടെ പ്രതിഷേധം. SFI പാലക്കാട് ജില്ലാ കമ്മിറ്റിയാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഓഷോയുടെ സ്ത്രീ എന്ന പുസ്തകവും ഒപ്പം സിട്രസിൻ പാരസെറ്റമോൾ മരുന്നുമാണ് അയച്ചു കൊടുക്കുന്നത്. അജിത് ബാബുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. അജിത്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിൽ ലൈംഗിക ആരോപണം ഉയർന്നതിന് പിന്നാലെ വേറിട്ട പലതരത്തിലുള്ള പ്രതിഷേധവും പാലക്കാട് SFIയും DYFIയും നടത്തിയിരുന്നു. ഇതിപ്പോൾ അത്തരത്തിലൊരു പ്രതിഷേധം തന്നെയാണ്. എന്താണ് പ്രതിഷേധം, എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? സ്വാതി, ഇത്തരത്തിൽ ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, രാഹുൽ ഈശ്വരുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുന്ന ഒരു ഓഡിയോ സന്ദേശം പുറത്തു വന്നിരുന്നു. അതിൽ ഇത്തരത്തിൽ തനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ലെന്നും ഡിപ്രഷനിലാണെന്നും ഇത്തരത്തിൽ സിട്രസിനും അതുപോലെ തന്നെ പാരസെറ്റാമോളും ഒക്കെ കഴിച്ചിട്ടാണ് കിടക്കുന്നതെന്നും ഉറങ്ങുന്നതെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതിന് പിന്നാലെയാണ് SFIയുടെ ജില്ലാ നേതൃത്വം ഇത്തരത്തിൽ പാരസെറ്റാമോളും സിട്രസിനും അതുപോലെ തന്നെ ഓഷോയുടെ സ്ത്രീ എന്ന പുസ്തകവും കൂടി അയച്ചു കൊടുത്തുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ SFI ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് കേട്ടത്? ഇത്തരത്തിൽ SFI ഒരു പ്രതിഷേധം എടുക്കാനുള്ള കാരണം, കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവിടെ രാഹുൽ മാങ്കൂട്ടം ഇല്ല. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ നടന്നിട്ടുള്ള പീഡന വിഷയങ്ങളെല്ലാം നടന്ന് കുറച്ച് ദിവസങ്ങളായി രാഹുൽ മാങ്കൂട്ടത്തിനെ വെളുപ്പിക്കുന്നതിന് വേണ്ടി, വെള്ളപൂശുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രയത്നം യൂത്ത് കോൺഗ്രസിൻ്റെയും എല്ലാം നേതാക്കളുടെ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് രാഹുൽ ഈശ്വരുടെ ഒരു പ്രസ്താവനയും അതുപോലെ തന്നെ ഒരു പോസ്റ്റും വീഡിയോ ഉൾപ്പെടെ കണ്ടത്. രാഹുൽ മാങ്കൂട്ടം രാഹുൽ ഈശ്വറിന് അയച്ച ഒരു വാട്സപ്പ് മെസ്സേജിനകത്ത് ഇങ്ങനെ രാത്രിയൊന്നും ഉറക്കം കിട്ടുന്നില്ല, വലിയ ഡിപ്രഷനാണ്, അതേപോലെ തന്നെ രാത്രിയെല്ലാം പാരസെറ്റാമോളും സിട്രസിനും കഴിക്കാതെ ഉറങ്ങാൻ വേണ്ടി കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ദുഃഖത്തോടു കൂടി രാഹുൽ മാങ്കൂട്ടം അയച്ച ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കാനിടയായി. ആ ഘട്ടത്തിൽ വെറുതെ വീട്ടിലിരിക്കുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടം. അതുകൊണ്ട് നല്ല പുസ്തകങ്ങൾ വായിക്കുകയും ഇനിയുള്ള കാലം നല്ല രീതിക്ക് നടക്കുന്നതിന് വേണ്ടി, ഇത്തരത്തിൽ സ്ത്രീയെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല പുസ്തകങ്ങൾ വായിക്കുകയും ആ പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ തന്നെ വേണ്ട മരുന്ന് ഉൾപ്പെടെ എത്തിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടം ഡിപ്രഷനിലാണെന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗമായി, അയാളുടെ പെരുമാറ്റത്തിൻ്റെ ഭാഗമായി ഡിപ്രഷനിലായിട്ടുള്ള നിരവധിയായിട്ടുള്ള സ്ത്രീകളുണ്ട്. അവരുടെ മനോവിഷമം കൂടി രാഹുൽ മാങ്കൂട്ടം മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് SFI ഇത്തരത്തിലൊരു ക്യാമ്പയിനിങ് എടുത്തത്. ഈ പുസ്തകം തിരഞ്ഞെടുക്കാൻ, ഓഷോയുടെ സ്ത്രീ എന്ന് പറയുന്ന പുസ്തകം തിരഞ്ഞെടുക്കാൻ എന്താണ്? ഓഷോയുടെ സ്ത്രീ എന്ന പുസ്തകം തിരഞ്ഞെടുക്കാനുള്ള കാരണം, ഓഷോന്റെ വാക്കുകൾ ഇതിൽ തന്നെയുണ്ട്. പുരുഷന്റെ സ്നേഹം ഏറെക്കുറെ ഒരു ശാരീരിക ആവശ്യമാണ്, സ്ത്രീയുടെ സ്നേഹം അങ്ങനെയല്ല. അവൾ ഒരു പ്രണയം കൊണ്ട് തന്നെ സംതൃപ്തിയാണ്. സ്ത്രീ പുരുഷൻ്റെ ശരീരമല്ല നോക്കുന്ന, അവൻ്റെ ആന്തരിക ഗുണങ്ങളെയാണ്. എന്നെ പുരുഷനായോ സ്ത്രീയായോ കണ്ടുകൊണ്ട് ശ്രവിക്കരുത്, അവബോധമായി അറിഞ്ഞുകൊണ്ട് കേൾക്കണം എന്നുള്ളതാണ് ഓഷോ ഇതിനകത്ത് പറയുന്നത്. അതേപോലെ മാതൃത്വം, കുടുംബം, വിവാഹം, ജനന നിയന്ത്രണം, സ്ത്രീബന്ധങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഓഷോയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള പുസ്തകമാണ്. ഈ പുസ്തകം രാഹുൽ മാങ്കൂട്ടം വായിക്കണം. ഇതേപോലെ തന്നെ സ്ത്രീയും സമൂഹത്തെക്കുറിച്ചുള്ള നിരവധിയായിട്ടുള്ള പുസ്തകങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അയച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കൂടി ഞങ്ങൾ തയ്യാറാവും എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ പറയാനുള്ളത്. ഇത്തരത്തിൽ പ്രക്കാർക്കോ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് SFIയുടെ പ്രവർത്തകർ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ അല്പസമയത്തിനുള്ളിൽ ഈ പുസ്തകങ്ങളും അതുപോലെ തന്നെ മരുന്നും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്ടിലെ അഡ്രസ്സിലേക്ക് അയക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണെങ്കിലും ഈ പ്രതിഷേധം ഇവിടെ SFIയുടെ ഭാഗത്ത് നിന്ന് തുടരുകയാണ്. ശരി അജിത്, രാഹുൽ മാങ്കൂട്ടത്തിന് വായിക്കാനുള്ള ബുക്കും കഴിക്കാനുള്ള മരുന്നുമാണ് ഇപ്പോൾ അയച്ചു കൊടുത്തുകൊണ്ടാണ് SFIയുടെ പ്രതിഷേധം എന്നുള്ളതാണ്. ഓഷോയുടെ സ്ത്രീ എന്ന പുസ്തകവും ഒപ്പം സിട്രസിനും പാരസെറ്റമോൾ മരുന്നുമാണ് അയച്ചു കൊടുക്കുന്നത്. ആ വിവരങ്ങളാണ് അജിത് ബാബു നൽകിയത്.